ഇതിനിപ്പോ രാത്രിയെന്നോ പകലെന്നോ കണക്കൊന്നും ഇല്ലാതായോ സേവിച്ച? ഓ ഇനിയും തോന്നിന് അമ്മച്ചി കണക്ക്. എനിക്കിപ്പോ എല്ലാവരും കണക്കാ. സേവിച്ചിനെങ്ങനെ കുടിച്ചു കുടിച്ച് അങ്ങനെ തീരും. അപ്പന്റെ അമ്മച്ചിയുടെയും കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നോ വെട്ടിപ്പോയ പേരല്ലേ എന്റേത്. ഓ എന്നതാന്നാവോ ഇത്ര പെരുത്ത് തണ്ണം? പെരുത്ത് സന്തോഷിക്ക് എന്നതാ എനിക്കുള്ളേ. MC പോളിന്റെ മൂത്ത മോനൊരു പേര്, അത് വെറും ഒരു പേരാന്നേ. മകൻ ശരിക്കും അവനല്ലേ ബെന്നിച്ചൻ. പാർട്ടിയിൽ ഇപ്പൊ പോൾ സാറിന്റെ വലതുഭാഗത്ത സ്ഥാനം, നാളെ MLA മന്ത്രി. ഞാൻ എന്തോ ആയി. കിഴക്കമലയിലെ തോട്ടത്തിൽ അട്ടയുടെ കടിയും കൊണ്ട് കണ്ണിന് നേരെ കണ്ട അപ്പച്ചന് കലിയ. ഉള്ളത് പറയണ്ട അമ്മച്ചി, എന്നെ എവിടെന്തെങ്കിലും ദത്തെടുത്താന്നോ? ഇങ്ങനെ പക്ഷഭേദം കാണിക്കുന്നോണ്ട് ചോദിക്കുക. സത്യം പറ, ഞാൻ നിങ്ങളുടെ മോൻ തന്നെ അല്ലേ? കർത്താവിന് നിരക്കാത്ത വർത്താനം കള്ളും വലിച്ചേച്ച് വിളിച്ച് കൂവിയാലണ്ടല്ലോ സേവിച്ച നീ. പക്ഷാഭേദം കാണിച്ചെന്ന്. നിന്റെ കൊണവധികാരം കൊണ്ട് ഞാനും സാറും കൂടെ കുടിച്ച കണ്ണീരിന് കഴിഞ്ഞു കണക്കുണ്ടോടാ. 10 സ്കൂളിൽ കയറിയിട്ടാ നീ 10ാം തരം പാസ്സായത്. അവസാനം കോളേജിൽ ചെന്നതിന്റെ കൊല്ലം തന്നെ കുത്തുകേസ്. തല്ലും വഴക്കും അടിയും കുത്തുമായി നടന്ന് നിന്നെ എസ്റ്റേറ്റിൽ കൊണ്ടാക്കി. അവിടെ നീ എന്നെ പറപ്പാ കാണിച്ചേ? കഞ്ചാവ് കൃഷി നടത്തി. തമ്പുരാന്റെ കൃപ കൊണ്ടാ അന്ന് റവന്യൂ മന്ത്രി MC പോൾ രാജിവെക്കാണ്ട് രക്ഷപ്പെട്ടത്. എടാ, കയ്യിലിരിപ്പ് നന്നാവണം. അതിനെ കർത്താവ് പാതിയെ കൂടത്തുള്ളൂ. ബാക്കി പാതി അവനവൻ തന്നെ ഉണ്ടാക്കണം. കൊച്ചമ്മേ, സാറ് വന്നു. ഒരു പറ്റിയല്ലോ. എന്നാ? ഞാൻ ഇയാളോട് പറയാനുള്ളതല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു റീത്ത് ഇടുക്കിക്കകത്ത് വെച്ചേക്കണമെന്ന്. ഒരു റീത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ പിള്ളേരുടെ വീട്ടിൽ വെറും കൈയോടെ കയറി ചെല്ലണ്ടായിരുന്നു. റീത്തുമായി ചെല്ലുമ്പോ അറിഞ്ഞോണ്ട് ചെന്നതാണെന്ന് വ്യക്തമായില്ലേ? അത് ശരിയായിരുന്നു. ഒരു മരണ വീട്ടിൽ പെട്ടെന്ന് കയറി ചെല്ലുമ്പോ അത് റീത്തുമായിട്ടാവുമ്പോ ഇമ്പാക്ട് ഡബിളാ. ഓ, ഇത് ഞാനെപ്പോ വന്നു? അതെ, ഭരണം കയ്യിലില്ലാത്ത സമയം, പാർട്ടിക്കകത്തെ ഇഷ്യൂസ് വേറെയും. ഇതിനിടയിൽ നീ ഉണ്ടാക്കുന്ന അട്രോസിറ്റീസ് കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാം. അതുകൊണ്ട് ഇവിടെ വല്ല അത്യാവശ്യവും എന്ന് വെച്ചാ ഇവളോ ഞാനോ അങ്ങ് മേലോട്ട് എടുത്തോന്നോ മറ്റോ അറിഞ്ഞാലേ നീ കോട്ടയം ജില്ലയിലേക്ക് വരേണ്ട കാര്യമുള്ളൂ. കടുത്തുരുത്തി MLA ഉമ്മച്ചന്റെ രാജി ആവശ്യപ്പെട്ടു. അവിടെ നടക്കാൻ പോണ ബൈ ഇലക്ഷനില് ബെന്നിച്ചനെ നിർത്താനാണ് എന്റെ പ്ലാൻ. അതൊന്ന് കഴിയുന്നവരെ നിന്റെ ഉപദ്രവം ഉണ്ടാവരുത്.